നമ്മൾ 10 മിനിറ്റ് നേരം ഇത് മുഖത്തിട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മളിത് കഴുകി കളയൊന്നും വേണ്ട. ഇതുപോലെ വൈപ്സ് കൊണ്ട് തുടച്ചെടുക്കാൻ വേണ്ടൂ കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് സോപ്പിട്ട് കഴുകണം അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പോവും. അവിടെ മുഖത്ത് വെളിച്ചെണ്ണയുടെ ഒരു പാടോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമുക്ക് നേച്ചുറലായിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാവണ കുത്ത് അങ്ങനത്തെ പാടുകളൊക്കെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മായാനും നല്ലൊരു തിളക്കം കിട്ടാനും നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ഒക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു പാക്കാണ്. നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു മസാജ് കൊടുക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ്. നമ്മൾ സാധാരണ പണ്ട് മുതലേ നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മൾ കൂടുതൽ നമ്മൾ കടന്നമരുന്ന് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് തരാറല്ലേ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോഴും നമ്മുടെ സ്കിന്നിനെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റും. അനാവശ്യ ക്രീമുകളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നേച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല സെറ്റപ്പാക്കി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. എത്ര പ്രായം ചെന്നാലും നമ്മുടെ പ്രായത്തെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ നമ്മുടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ്. നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിരിക്കാനും അതുപോലെ തന്നെ യങ് ആയിട്ടിരിക്കാനും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തുണ്ടാവുന്ന ഈ തൂങ്ങിങ് അതുപോലെ തന്നെ അനാവശ്യ ഈ മുഖമൊക്കെ നല്ല ചീർത്ത് ഇതൊക്കെ ഇരിക്കില്ലേ, അതൊക്കെ പോയി കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ മാത്രം മതി. വേറെ ഒരു അനാവശ്യ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും തേക്കേണ്ട. ക്രീമുകൾ നമ്മൾ തേക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നേച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കിയ ക്രീം അത് നൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ചെറിയൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പാക്കിന് ഇന്നത്തെ ആവശ്യം നമുക്ക് വെളിച്ചെണ്ണയാണ്. അത് നല്ല കൊപ്രാട്ടിയ വെളിച്ചെണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ആട്ടിയെടുക്കില്ലേ, ആ വെളിച്ചെണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നമുക്ക് ധൈര്യമായിട്ട് അപ്പോൾ മുഖത്ത് തേക്കുകയും ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ വെളിച്ചെണ്ണയിൽ എന്തോരം മായം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുഖത്ത് ഉപയോഗിക്കാമല്ലോ. നമ്മൾ കയ്യുമ്മലും കാലുമ്മലും തേക്കണ പോലെയല്ല നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. വല്ല എന്തെങ്കിലും ഒരു കെമിക്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു പാക്ക് ഇടായാലും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പാക്ക് ഇടാൻ പറയുന്നത്. നമ്മൾ കുറേ പാക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പരമാവധി കുറേ പാക്കുകൾ നമ്മളോട് ഫേസിൽ ഇട്ട് കാണിക്കുന്നുണ്ട് എന്നുവെച്ചാൽ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടാവാം. ആദ്യമായിട്ടൊരു പാക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് അങ്ങനെയുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് കയ്യുമ്മലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചുവടിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുഖത്തേക്ക് ഇടണ്ട. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ സാധാരണ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ കലർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ പണി കിട്ടിയെന്ന് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചിലവർക്ക് വെളിച്ചെണ്ണ തേച്ചാൽ മുഖത്ത് കുരുക്കൾ വരാൻ അങ്ങനെ പറയണതിൻ്റെ കാരണം അതൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് അങ്ങനെ ഇങ്ങനെ ആക്കി മാറ്റി വെച്ചേക്കാണ്. നമുക്ക് ഈ ആവശ്യങ്ങൾക്ക് എന്തായാലും വെളിച്ചെണ്ണ ആവശ്യമല്ലേ. അപ്പോൾ ഞാനൊരു ചെറിയ ചെപ്പിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെളിച്ചെണ്ണ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഇതിനൊരു നിസ്സാരം കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഡെയിലി നമ്മുടെ കാലുമ്മലൊക്കെ തേക്കുകയാണെങ്കിൽ കാലിൻ്റെ ചുളിവുകൾ മാറ്റുന്ന വീഡിയോ ഞാൻ ഇതിനെ തൊട്ട് മുൻപത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആദ്യം ഒരു 1/4 ടീസ്പൂൺ എടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ടീസ്പൂൺ കണക്കിനൊന്നും അളന്നൊഴിക്കണില്ല. നമുക്കിവിടെ പാക്കുകളൊക്കെ ഇട്ടിട്ട് ഏകദേശം നമുക്കറിയാം. അപ്പോൾ ഒരു ഇച്ചിരി കോളം ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ. അത് നൈസ് കാപ്പിപ്പൊടി എടുക്കുക. നമ്മൾ സ്ക്രബിങ് അല്ലല്ലോ കൊടുക്കുന്നത്, പാക്കായിട്ടുള്ളത്. അപ്പം നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി ആവശ്യമുള്ളൂ കേട്ടോ. ഇനി കഴുത്തിലൊക്കെ കൈമലിക്കും ഇടാന്ന് വെച്ചാൽ ഈ ഒരു ഫുള്ള് എടുത്തോളൂ. ഇതിന് നമുക്ക് കൈമലിക്കും കാലുമലിക്കും കഴുത്തിലേക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാക്കാണ്. ഞാനിപ്പോൾ മുഖത്തേക്ക് മാത്രമേ ഇട്ട് കാണിക്കുള്ളൂ. ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിലേക്ക് കുറച്ചൊന്നും ഇടുന്നത്. അപ്പോൾ ഇതേപോലത്തെ പൊട്ടറ്റോസൊക്കെ ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടൊക്കെ അങ്ങ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ കുളിക്കുന്നതിനേക്കാളും മുൻപ് അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു 10 മിനിറ്റ് നേരെ മുഖത്തേക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ തേൻ, ഇതിലിനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് റോസ്റ്റഡ് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് മുഖത്തേക്ക് വേറെ റിയാക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ പാക്കും പറ്റിയെന്നല്ല. ഇപ്പോൾ ചിലർക്ക് കാപ്പിപ്പൊടി പറ്റില്ല, ചിലർക്ക് മഞ്ഞൾപ്പൊടി പറ്റില്ല. മഞ്ഞൾപ്പൊടി കൂടി പറ്റുവാണെങ്കിൽ അതും കൂടി ചേർത്തിട്ടാൽ നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാനിതിലിവിടെ 3 മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പരുവം. ടീസ്പൂൺ കൊണ്ടൊക്കെ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ ഈ കരകര സൗണ്ടും ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അത് തന്നെയല്ല, നമുക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് ഇത് കുറച്ചല്ലേ ആക്കണേ, അപ്പോൾ വിചാരിച്ച പോലെ നമുക്കങ്ങോട്ട് ആക്കാനും പറ്റില്ല. അപ്പോൾ നമുക്കിത് ഇത്തിരി കട്ടിയിലാണ് കേട്ടോ കിട്ടുക. തുണ്ടും കൂടി നമുക്കൊരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇച്ചിരി കോളം. അത് നമ്മളിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറേ ഓയിലാവും നമ്മുടെ മുഖത്ത്. ഈ പാക്കറ്റ് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിളക്കാം നമ്മുടെ മുഖം കാണാനായിട്ട്. ഭയങ്കര സ്മൂത്തായിട്ടുണ്ടാവും കേട്ടോ. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ കൈയോട് തന്നെയാണ് കംപ്ലീറ്റ് എടുത്ത് ഇങ്ങനെ തേച്ചും കൂടെ കൊടുക്കുക. ഇതുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് എളുപ്പമല്ലല്ലോ തേച്ച് പിടിപ്പിക്കാമെന്ന്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തേച്ച് വരുമ്പോൾ നമുക്കത് റിസൾട്ട് അറിയാൻ പറ്റും. അത് ശരിക്കും നമ്മുടെ മുഖത്ത് ഇങ്ങനെ അബ്സോർവ് ആവും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും തേനും അല്ലേ, അത് നമുക്ക് മിക്സ് ചെയ്യാൻ മാത്രമേ ചെറിയതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ വല്ലാണ്ട് നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കോളം റോസ് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്കത് ചിലല്ലാതെ നമുക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. നമുക്ക് 2 കൈ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തിങ്ങനെ മസാജ് കൊടുക്കാം കേട്ടോ. ഫോർഹെഡ് തൊട്ട് നമുക്ക് ഒരു മസാജ് കൊടുക്കാം. നമ്മുടെ ഇവിടെയൊക്കെ നല്ലൊരു ഗ്ലേസിങ് പറഞ്ഞാണ്ട അത് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് നമുക്ക് പിടിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ അറ്റത്ത് കൊണ്ടുവന്ന് എൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ നോക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു ഇത് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് എന്നും ഡെയിലി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇങ്ങനെ ഈ തൂങ്ങി വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ പ്രായം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഇല്ല, അതൊക്കെ മാറ്റിയെടുക്കുക. ചുളിച്ചിലുകളൊക്കെ മാറും കേട്ടോ. ഇത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ചുളിച്ചിലുകളൊക്കെ വരും, അത് നമ്മൾ അറിയില്ല നമുക്ക് എങ്ങനെയാണ് അത് വരണതെന്നുള്ളത്. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് പ്രഷർ പോയിന്റിൽ കൊണ്ടുവന്ന് നമ്മൾ അമർത്താണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ജോ ലൈൻ നമുക്ക് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ. കണ്ടോ നമ്മുടെ കൈ മൊത്തം ഇതേപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തും ഇതേപോലെ ഇങ്ങനെ ശരിക്കും അത് അബ്സോർവായി കംപ്ലീറ്റായി നമ്മുടെ സ്കിന്നിലോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തേച്ചപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഗ്ലേസിങ് നമ്മുടെ മുഖത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ തുടക്കത്തിലേ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീഡിയോ തുടങ്ങുമ്പോഴുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തൊരു ഗുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.